മത്സ്യകൃഷിയിൽ വിജയഗാഥ രചിച്ച് ഒരു ജനകീയ കൂട്ടായ്മ. ചരിത്രപ്രസിദ്ധമായ തവളയില്ലാ കുളത്തിലാണ് വിത്തിറക്കി 100 മേനി കൊയ്തത്. ചരിത്രപ്രസിദ്ധമായ കുളം എന്നത് വെറും അതിശയോക്തിക്ക് പറഞ്ഞതല്ല. മാർത്താണ്ഡവർമ്മ ശത്രുക്കളെ ഭയന്ന് ഒളിവിൽ കഴിഞ്ഞ നാളുകളിൽ ഈ കുളത്തിൻ്റെ കരയിൽ ഒരു ഒളിസങ്കേതത്തിൽ കഴിഞ്ഞുവെന്നും ആ സമയത്ത് കുളത്തിൽ നിന്നുയർന്ന തവളകളുടെ ഒച്ച അദ്ദേഹത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയെന്നും പറയപ്പെടുന്നു. അദ്ദേഹം തവളകൾ ഇല്ലാതെ പോട്ടെ എന്ന് ശപിച്ചുവെന്നും പിന്നീട് ഈ കുളത്തിൽ തവളകൾ ഇല്ലാതായെന്നും ഐതിഹ്യം. എന്തായാലും ഇപ്പോൾ ആ കുളത്തിൽ തവളകൾ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. കുറച്ചു കാലം മുമ്പ് ഈ കുളത്തിൽ ആഫ്രിക്കൻ പായൽ കൊണ്ട് നിറഞ്ഞ് കുളത്തിലിറങ്ങാനോ ദുർഗന്ധം കാരണം കരയിലൂടെ നടന്നു പോകാനോ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. തുടർന്ന് കീഴത്തോട്ടം വാർഡിലെ ആൾക്കാർ ചേർന്ന് 15 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചു പായൽ വാരി കുളം വൃത്തിയാക്കി. പിന്നീട് 15,000-ഓളം മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. എൻ്റെ പേര് താര. ഞാൻ കീഴത്തോട്ടം വാർഡിലെ മെമ്പറാണ്. അതിപുരാതനമായ ഒരു കുളമാണ് തവളയില്ലാ കുളം. ചരിത്രപ്രസിദ്ധമായ കുളങ്ങളിൽ ഒന്നാണ്. ഈ കുളത്തിൽ ഈ കുറേ കാലം പായൽ പിടിച്ച് ഉപയോഗിക്കാൻ പറ്റാതെ കിടന്നിരുന്നു. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഒരു കൂട്ടം ആൾക്കാരെ കമ്മിറ്റി എടുത്ത് ഈ കുളം വൃത്തിയാക്കുകയും മീനിടാൻ വേണ്ടി അവർക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവരുടെ സമഫലമായിട്ടാണ് ഈ കുളം വൃത്തിയാക്കി മീനിട്ട് ഇന്ന് കുളത്തിനെ ഈ പാറശാല പഞ്ചായത്തിൽ കാണുന്ന ഏറ്റവും നല്ലൊരു കുളമാക്കി മാറ്റിയെടുക്കാൻ ഇവിടെയുള്ള ഒരു കൂട്ടം ആൾക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനെ വാർഡ് മെമ്പർ എന്നുള്ളത് ഞാൻ അഭിമാനിക്കുന്നു. മൂന്ന് ഏക്കറോളം വിസ്തൃതിയുള്ള കുളത്തിൽ തിലോപ്പിയ, വരാൽ, ആസാം വാള, കട്ടല തുടങ്ങിയ വിവിധ ഇനം മത്സ്യങ്ങൾ ഇപ്പോഴുണ്ട്. 10 കിലോയോളം തൂക്കം വരുന്ന മത്സ്യങ്ങളും ഇവിടെയുണ്ട്.